ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7-നകത്ത് റീ എൻട്രീസ് വന്നതിന് ശേഷം അടിയോടടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോളെ വട്ടമിട്ട് ആക്രമിക്കുന്ന റീ എൻട്രീസുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ജിഷിൻ വന്നതിന് ശേഷം പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട്. നിവിൻ കരയുന്ന ഒരു പ്രമോണ് വന്നിട്ടുള്ളത്. ജിഷിൻ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം നിവിനെ പറയുന്നുണ്ട്. അത് ചോദിക്കാനായിട്ട് അക്ബർ വരുന്നുണ്ട്. ഫുഡ് എടുത്ത് കഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് എന്തായാലും ജിഷിൻ പറഞ്ഞേക്കുന്നത്. അതിനെ ചോദ്യം ചെയ്ത് അക്ബർ വരുമ്പോൾ ജിഷിൻ ചോദിക്കുന്നത് കിടന്ന് കരയാൻ എന്താണ്, അവൻ കുഞ്ഞുവാവയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നിവിൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ഇവിടുത്തെ ഹൗസ് മേറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബിഗ് ബോസ് ചരിത്രത്തിൽ ഈ സീസൺ 7 ഒരിക്കലും മാഞ്ഞു പോയില്ല. എല്ലാ സീസൺസിനകത്തും ഈ ഒരു റീ എൻട്രിയൊക്കെ ഭയങ്കര സന്തോഷവും സമാധാനവുമാണ് തരുന്നതെങ്കിൽ ഉറപ്പിച്ചോ, ഈ റീ എൻട്രീസ് എല്ലാം വീട്ടിൽ നിന്നും പുറത്ത് പോയതിന് ശേഷം കണ്ടസ്റ്റൻസ് തമ്മിൽ നല്ല വഴക്കിനുള്ള എല്ലാ വെടിമരുന്നുകളും ഇട്ട് വെച്ചിട്ട് തന്നെയാണ് ഈ റീ എൻട്രീസ് ഇവിടുന്ന് പോവുള്ളൂ. അതായത് ഫൈനൽ 5-നകത്ത് കപ്പടിക്കുന്ന നിമിഷം വരെയും പേഴ്സണൽ ഗ്രഡ്ജും വഴക്കും ഇവിടെ നടക്കും എന്നുള്ളത് അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും വ്യക്തിവൈരാഗ്യം കാത്തു സൂക്ഷിച്ചിട്ടാണ് പല ആൾക്കാരും ഔട്ടായി പോയതിന് ശേഷം അകത്തോട്ട് കയറിയിട്ടുള്ളത്. ഒരു വെളുപ്പിക്കൽ പ്രക്രിയയാണ് നമുക്കിപ്പോൾ ലൈവിലൊക്കെ കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ബിഗ് ബോസിന് അടിപൊളിയാണ്. പ്രമോക്ക് ഇട്ടിങ്ങനെ തകർക്കുകയാണ്. ലൈവിനകത്തും നല്ലപോലെ ആൾക്കാരുണ്ട്. പക്ഷേ കമൻസ് മൊത്തം ഇറക്കി വിട് ബിഗ് ബോസ് ഈ കണ്ടസ്റ്റൻസിനെന്നാണ്. അതായത് റീ എൻട്രീസ് ആയിട്ട് വന്ന എല്ലാത്തിനും ഇറക്കി വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാമല്ലേ, ആര് കപ്പെടുക്കും, ആരിതൊക്കെ സഹിച്ച് അവിടെ സഹനശേഷിയിൽ നിന്ന് നിലനിൽക്കും എന്നുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ബൈ.